ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ സഫ് ആൻഡ് ഷെഫ്. എല്ലാവരും യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതാണ്. നമുക്കിന്ന് നോർമൽ ഡേ ഇൻ മൈ കിച്ചൺ കാണാം. രാവിലെ നമുക്ക് വെള്ളയപ്പവും ചമ്മന്തിയും ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഇത് കുറേ ചുറ്റി കറക്കി ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കറക്കാൻ പഠിച്ചു ഗൈസ്. ഈസി ആയിട്ട് വെള്ളയപ്പത്തിന് മാവ് അരയ്ക്കാനുള്ള റെസിപ്പി എന്തെങ്കിലുണ്ട്, ഞാനതൊക്കെ പറഞ്ഞുതരാം. ആരും മറക്കരുത്, ഈ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, സിമ്പിളായിട്ട് മാവ് അരയ്ക്കാനുള്ള റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ക്രിസ്പി ആയ വെള്ളയപ്പം റെഡിയായിരിക്കുന്നു. അതിനിടയിൽ കൂടി ഉച്ചക്കത്തേക്കുള്ള മീൻ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നാസ്ത പണി ചെയ്യുമ്പോഴത്തേനും ഉച്ചക്കത്തേക്കുള്ള മീൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ എൻ്റെ വെള്ളയപ്പത്തിൻ്റെ ലാസ്റ്റ് ഭാഗം കഴിയാറായി ഗൈസ്. അവിടെ നിന്നിട്ട് മീൻ മുറിക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ വെള്ളയപ്പത്തിൻ്റെ പണി അങ്ങോട്ട് ചെയ്യുകയാണ്. രാവിലെ തന്നെ പണി തീർത്താൽ അറിയാലോ, നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളയപ്പൊക്കെ ചുട്ടു, ചമ്മന്തിയൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് മീൻ കറിക്കുള്ള പണി നോക്കാം. എന്നിട്ട് നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാനിരിക്കാം. ഉമ്മ ഇവിടെ മീൻ കറിക്കുള്ള ഇഞ്ചി ചതച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. തക്കാളിയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നാക്കി വെച്ച മീനിലോട്ട് ഇഞ്ചി ചേർക്കാം. ചൂടായ എണ്ണയിലിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും അപ്പുറത്ത് ചെന്ന ചട്ടിയിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ പാത്രത്തിലോട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി, കുറച്ച് ഫ്രഷ് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി. തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ വഴറ്റിയ ശേഷം നമുക്കത് എന്ത് ചെയ്യാം, ഇഞ്ചിയും പുളിയും മീനൊക്കെ ഇട സ്ഥലത്തോട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീരണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അറിയാലോ, നമ്മൾ ബൗളിൽ കുറച്ച് വെള്ളം ചുറ്റിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും കട്ടൻ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ചു ഗൈസ്. ഇനി മീൻ കറിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്കും ഞങ്ങൾ നാസ്ത കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കഴിച്ചൊക്കെ വന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് ഒലത്തും കൂടി ഒലത്തി വെക്കാം. ചെറുതായിട്ടരിഞ്ഞ പയറും വെണ്ടയ്ക്കയും പിന്നെ അതിന് ഒലത്താനുള്ള വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. വാട്ടിക്കതിന് ശേഷം അതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അത് അവിടെ മൂടി വെക്കാം. ആവശ്യമായ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഉള്ളി ചതച്ച് ചേർത്ത് പിന്നെ ഇടിച്ച മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് അതിലോട്ട് പയർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മൂടി വെച്ച് കുറച്ച് വീട്ടുപണികൾ ചെയ്യാം. അടയ്ക്കൽ, തൊടിക്കൽ, അലക്കൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട്. പയർ, വെണ്ടയ്ക്ക, മീൻകറി, മീൻ വറുത്തത്, ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.